നേരിട്ട് കണ്ട കൊടുങ്ങല്ലൂർ അമ്മയും നേരിട്ട് കണ്ട ഭഗവാനും എനിക്ക് ഞാൻ കാണാത്ത ദൈവങ്ങളൊന്നുമില്ല മനുഷ്യരോട്. അത്രയ്ക്കും ഇതുണ്ട്. എന്നെ കാണുമ്പോൾ ആർക്കും ഒരു വിലയില്ല. കൊടുങ്ങല്ലൂർ അമ്മ ദേവി പാടത്ത് കുളിക്കാൻ പോണത് നിന്ന് നോക്കി നിന്ന ആളാണ്. എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ കണ്ണൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ ഞാനില്ലേ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം. അതിപ്പം നമ്മൾ മാനസികമായിട്ട് വരുന്നതാണോ കൃഷ്ണ അനുകൂലിച്ചിട്ട് വരുന്നതാണോ പറയാൻ പറ്റില്ല. എന്നെ കാണണമെങ്കിൽ എൻ്റെ സാരി പുതയ്ക്കണം. അങ്ങനെ വന്ന് എൻ്റെ സാരിത്തല എടുത്തിട്ടപ്പോഴാണ് ഞാൻ ആരെ എന്നെ സാരിത്തല എടുത്തിടണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ തട്ടി 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 എന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആരും കണ്ടില്ല, ഞാൻ ഉള്ളിലെത്തി. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞിക്കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയുള്ളതാണ്. പക്ഷെ ഞാൻ വേടി കഴിച്ചു എൻ്റെ കുടുംബക്കാരെ, എൻ്റെ അനിയത്തിമാരെ. പക്ഷേ എൻ്റെ മോൾക്ക്, ചെറിയ മോൾക്ക് ഒരു 4-4.5 വയസ്സ് വരെ സംസാരിക്കാത്തൊരു കുട്ടിയായിരുന്നു. എൻ്റെ ഭഗവാനാണ് എനിക്ക് സംസാരം തന്നത്. പടിഞ്ഞാറ് വെണ്ണാറത്തുണ്ടാവുന്നത് അനുഭവത്തിൽ കൂടിയാണ് ഞാൻ കണ്ണനായിട്ട് ഇതായിരുന്നത്. കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയ ആൾ എന്നെ വീണ്ടും എൻ്റെ പെരയുടെ ഉള്ളിലേക്ക് വന്നു. ആൾ എൻ്റെ മുടി, ഇത്ര മുടി ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ തലയിൽ എൻ്റെ അടയാളം ഇരിക്കട്ടെ എന്നും പറഞ്ഞ് എന്നും എൻ്റെ റൂമിലേക്ക് വരും. പിന്നെ അങ്ങനെയായിട്ട് ഞാൻ വളർന്ന് ഇത്രയ്ക്ക് എത്തിച്ചതാണ്. ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് കാര്യങ്ങൾ നടത്തി കൊടുക്കും. ഇവിടെയും വന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നടത്തി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പൻ്റെയും കൊടുങ്ങല്ലൂർ അമ്മയുടെ ദേവിയുടെയും കരുണയും നേരിട്ട് കണ്ട കൊടുങ്ങല്ലൂർ അമ്മയും നേരിട്ട് കണ്ട ഭഗവാനും എനിക്ക് ഞാൻ കാണാത്ത ദൈവങ്ങളൊന്നുമില്ല മനുഷ്യരോട്. അത്രയ്ക്കും ഇതുണ്ട്. എന്നെ കാണുമ്പോൾ ആർക്കും ഒരു വിലയില്ല. ഞാൻ വീട്ടിലായിട്ട് ഇരിക്കണില്ല എന്ന് മാത്രം. ഞാൻ എൻ്റെ കണ്ണങ്ങൾ വിളിച്ചു കൊണ്ടുവരുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിരുന്നത്. ഇപ്പോൾ വെയിലിൻ്റെ ശക്തി കൊണ്ട് കയ്യും കൂടെ വേണ്ട. ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ബസ്സിലാണ് വരുന്നത്. അങ്ങനെയായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് എത്തിക്കൊണ്ടുവരുന്നു. ഇനിയും എത്തട്ടെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നടക്കട്ടെ ഭഗവാൻ എനിക്കത് സാധിച്ചത്. അനുഭവങ്ങളാണ് ഇഷ്ടത്തിന് അനുഭവങ്ങളുണ്ടായിരുന്നല്ലോ. എന്നോട് ഒരു ദിവസം ഞാൻ നടന്നു വന്ന് ഇവിടെ വന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ കാണണമെങ്കിൽ എൻ്റെ സാരി പുതയ്ക്കണം. അങ്ങനെ വന്ന് എൻ്റെ സാരിത്തല എടുത്തിട്ടപ്പോഴാണ് ഞാൻ ആരെ എന്നെ സാരിത്തല എടുത്തിടണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനാണെന്നും പറഞ്ഞു. അങ്ങനെ എന്നെ തട്ടി 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 എന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആരും കണ്ടില്ല, ഞാൻ ഉള്ളിലെത്തി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്നെ കാണണമല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് ഇന്നെടുത്ത് നിൽക്കാൻ പറയും. അവിടെ വന്ന് ഞാൻ കണ്ടു. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതാണ്. ഒരുപാട് ഒരു കുഞ്ഞെ കുട്ടിയായിട്ട് തോർത്ത് കൊണ്ടെടുത്തിട്ട് വരും എൻ്റെ അടുത്ത്. അങ്ങനെയാണ് കാണുന്നത്. അയ്യപ്പൻ അതേപോലെ തന്നെ കറുത്ത മുണ്ടെടുത്തിട്ട് തോട് ഷർട്ട് ട്രൗസറും ഇതോട്ടിട്ട് കെട്ടായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പേരാണ്. എല്ലാവരും കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ജനനായിട്ട് കിട്ടിയ കണ്ണനാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരും കൊടുങ്ങല്ലൂർ അമ്മ ദേവി പാടത്ത് കുളിക്കാൻ പോണത് നിന്ന് നോക്കി നിന്ന ആളാണ്. എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ കണ്ണൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, നേരായിട്ടില്ല, മേടിക്കണ്ടേന്ന് ആളുകൾ. അതേപോലെ തന്നെ നാഗങ്ങളും വന്ന് എൻ്റെ തലരെ അവിടെ വന്ന് വിളിക്കും. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ തോടുപടമേ എൻ്റെ വീട്ടിൽ എനിക്കൊരു വിഗ്രഹമായിട്ടൊരു ഫല എഴുതി തന്നിട്ട് നാഗങ്ങൾ നാക്ക് വിരലായിട്ട് പോയിട്ട് അത് വെച്ച് പൂജിക്കാൻ പറഞ്ഞു. അതും വെച്ച് പൂജിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഒരുപാട് അനുഭവത്തിലുണ്ട്. ചാവക്കാട്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് 2 പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു. ചേട്ടൻ ചെറുതിലെ എൻ്റെ ഈ സാന്നിധ്യം കൊണ്ട് ആൾക്ക് ചെയ്തു വെച്ചുണ്ടായിരുന്നു. എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് വെച്ച് ഇത് അവർക്ക് കൊണ്ടു. അങ്ങനെ ഒരുപാട് പണം ഞാൻ ചിലവാക്കി ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കിട്ടിയില്ല. പിന്നെ ഞാൻ മാത്രം എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിട്ട് എൻ്റെ കണ്ണനും ദേവിയായിട്ട് ഇങ്ങനെ പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാനും കൊടുക്കും. ഒരുപാട് സന്തോഷം. പണഞ്ചിയിൽ നിന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നതാണ്. വരാറുണ്ട് എപ്പോഴും? ഇടയ്ക്ക് വരാറുണ്ട്. ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാന്റെ അടുത്ത് വന്നൊരു സമാധാനം. അത്രയേറെ നമുക്ക് എന്തെല്ലോ ഒരു വിഷമം. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്ന് ഒന്ന് കണ്ടാൽ എപ്പാടും നമുക്ക് ഒരു സമാധാനം. അത്രയല്ല. തൊഴുതോ ഇന്ന്? ഇന്നലെ വന്നേ. നാളെ പോയി. വൈശാഖ മാസല്ലേ? നന്നായിട്ട് നന്നായി വരട്ടെ. അതെ. എന്തേലും ഒരു അനുഭവം ഭഗവാന്റെ സാന്നിധ്യത്തിൽ തോന്നിയിട്ടുള്ളത്? വിചാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും?
എൻ്റെ മോൻ്റെ കല്യാണം വിചാരിച്ചിന് അതൊന്നും സാധിച്ചിട്ടില്ല. മറ്റ് ഉള്ള ഓരോന്നെല്ലാം എനിക്ക് ഇതാണ്. ആ ഞാൻ ആദ്യം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ തന്നെത്താൻ വന്ന് എനിക്ക് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഒറ്റയ്ക്ക് വരാറുണ്ട്? ഒറ്റക്കൊന്നും വരില്ല. ഇല്ല, മക്കൾ ഒറ്റക്ക് അയക്കില്ല. അതല്ലേ. അത് നന്നായിട്ട് നല്ല കൃഷ്ണനാണ്. കണ്ണനെ എന്തായിരിക്കും എല്ലാവർക്കും ഇത്ര ഇഷ്ടമാണ്? അതെനിക്കറിയില്ല മോനെ. നമുക്കൊരു എൻ്റെ കൃഷ്ണ ഞാനിൻ്റെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം. അതിപ്പം നമ്മൾ മാനസികമായിട്ട് വരുന്നതാണോ കൃഷ്ണ അനുകൂലിച്ചിട്ട് വരുന്നതാണോ പറയാനില്ല. ശരി മോളെ കേട്ടോ. ശരി. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്തു വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.